പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഞാൻ പാസ്റ്റർ സോളമൻ കോട്ടയം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു തിരുവെഴുത്ത് വായിച്ച് ഒരു ലഘുചിന്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഈ തിരുവചന ധ്യാനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് വളരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവെഴുത്താണ് ഞാൻ ഇവിടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴി താണിരിപ്പീൻ. ഈ തിരുവെഴുത്ത് നമുക്കൊരു പക്ഷേ വളരെ സുപരിചിതമായ ദൈവവചനമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്ന സന്ദേശമായി മാറട്ടെ എന്ന് വളരെ ഹൃദയംഗമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരൊക്കെ അവൻ്റെ കരങ്ങളിൽ താണിരുന്നിട്ടുണ്ടോ? ഈ പുസ്തകം എഴുതിയത് പരിശുദ്ധാത്മാവിനാൽ പത്രോസിൻ്റെ തൂലികയാൽ എഴുതപ്പെട്ട ദൈവവചനമാണ്. പത്രോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഗലീലക്കാരനായ ഒരു മീൻപിടുത്തക്കാരൻ കർത്താവിൻ്റെ കരങ്ങളാൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടപ്പോൾ അസാധാരണമായ വ്യക്തിത്വമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് നിങ്ങളുടെ മേലൊരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണെങ്കിലും ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പത്രോസിന്റെ അനുഭവം തന്നെ നോക്കുമ്പോൾ മീൻപിടുത്തവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ദിവസം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ താനായിരുന്ന സമയത്താണ് കർത്താവ് ആ പടകിലേക്ക് ചെന്ന് കയറുവാനായി തീർന്നത്. എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിൽ പറയാം, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നു, എത്ര നാൾ അധ്വാനിച്ചിട്ടും മുന്നേറുവാൻ കഴിയുന്നില്ല, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം നല്ല നിലയിലെത്തി, എന്നോട് കൂടെ സഹവാസം കഴിച്ചവരും എന്നോട് കൂടെ യാത്ര ചെയ്തവരും ഒക്കെ നല്ല നിലയിലായി, എനിക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായത്? എൻ്റെ കൂടപ്പുറപ്പുകളിലൊന്നും ഇങ്ങനെയുള്ള അനുഭവമില്ല, ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ണുനീരല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല എന്നിത്യാദി തോന്നലുകളും ചിന്തകളും ഭാരങ്ങളും ഒക്കെയായി നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ഇന്ന് ഈ സമയം ഈ തിരുവെഴുത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. താങ്കൾ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതേ സുഹൃത്തെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, എന്നെ അറിയുന്നവരാരുമില്ല, എൻ്റെ അവസ്ഥകൾ ഉള്ളതുപോലെ കേൾക്കുവാൻ ആരുമില്ല എന്നൊക്കെയുള്ള തോന്നലുകൾ താങ്കൾ നിരാശനായിരിക്കുന്നു. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നിങ്ങളെ ഒന്ന് താഴ്ത്തിക്കൊടുത്താൽ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, ഒരു മീൻപിടുത്തക്കാരൻ പിന്നത്തേതിൽ കാണുന്നത് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വഴിയരികിൽ അവന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിച്ചതുപോലെ ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവണ്ണം സംസാരിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വലിയ പദ്ധതി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുവാനുണ്ട്. ദൈവത്തിന്റെ വലിയ പദ്ധതിക്കായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്ന വിവരം മറന്നുപോകരുത്. നമുക്ക് പത്രോസിന്റെ പടക് ശൂന്യമായിരുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെയുള്ള നിരാശ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് ആ പടകിലേക്ക് വന്ന് കയറുവാനിടയായി. കൺട്രോള് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ, ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച, അപ്പോൾ ഇനി ഞാനല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്, അങ്ങനെ നിയന്ത്രിക്കണമേ എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഉയർച്ചകൾക്ക് വേണ്ടി ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാമോ? അപ്പച്ച, ഇനിയുള്ള നാളുകൾ എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, എൻ്റെ ആഗ്രഹങ്ങളൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ തിരുഹിതവും അങ്ങയുടെ ഇഷ്ടവും എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറണമേ എന്ന് സമർപ്പിച്ചൊന്ന് കൊടുക്കാമോ? വായിച്ച തിരുവെഴുത്തിങ്ങനെയാ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കുക, തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്നെ അങ്ങയുടെ പ്രവൃത്തിക്കായി, അങ്ങയുടെ പദ്ധതിക്കായി, അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ ആഗ്രഹം പോലെ എന്നെ ഒന്ന് തീർക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ
ഞാനും ഇത്തരത്തിലൊക്കെ ജീവിതം നയിച്ച് മുമ്പോട്ട് പോയിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ ഈ 2026 ദൈവം നിന്നെ മാനിക്കുന്ന വർഷമാണ്, ദൈവം നിന്നെ ഉയർത്തുന്ന വർഷമാണ്. നിന്റെ ജീവിതത്തിലെ സകല വിധമാകുന്ന പ്രതികൂലങ്ങളും മാറുവാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുകയാ. എൻ്റെ ജോലി വിഷയത്തെ, എൻ്റെ തലമുറയെ ഞാൻ ഭാരപ്പെടുന്ന നിങ്ങളുടെ രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, പ്രതികൂലമായിരിക്കാം, ഏത് സാഹചര്യമാകട്ടെ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്കോ ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്, അവൻ നിങ്ങളെ മാനിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുന്നു. God bless you all. Amen.